ഗൈസ്, ഇന്ന് ഡിസംബർ 1. ഇന്നാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം. ഞങ്ങൾ സാരി ഉടുക്കാൻ പാർലറിൽ വന്നു. ഒരുങ്ങിയിട്ട് സാരി ഉടുക്കാന്ന് വെച്ചാൽ മുഖമൊക്കെ ഡള്ളാവും. അതുകൊണ്ട് ഇവിടെ വന്ന് സാരി ഉടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഒരുങ്ങാന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ഒരാളെ പോലെ തോന്നുന്നു. ഇവിടെ കൊടുക്കാം. തല സെറ്റ് ചെയ്തു. ഇനി എനിക്ക് സാരി കൊടുക്കണം. എൻ്റെ കവിളിൽ അടിച്ചടിച്ച് ഞാൻ അമ്മയുടെ കവിളിൽ അടിക്കാൻ പോവുകയാണ്. ഇനി കഴിഞ്ഞു. ഇനി നമുക്ക് കമ്മലിടാം. ഇതാണ് എൻ്റെ ഇന്നത്തെ കമ്മൽ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ ഇന്നലത്തെ കമ്മൽ. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ മാട്ടിയൊക്കെ ഇടുന്നത്. നെറ്റിച്ചുട്ടി ഞാൻ വാങ്ങി. ഞാൻ ചിലപ്പോ വയ്ക്കും. നെറ്റിച്ചുട്ടി ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് എനിക്ക് വേണ്ടി വാങ്ങുന്നത്. ഇടുമെന്നറിഞ്ഞൂടാ. ചിലപ്പോൾ ഇടും, അല്ലെങ്കിൽ ഇടില്ല. എനിക്ക് സാരിയൊക്കെ എടുത്ത് ഹെയർ സ്റ്റൈൽ ചെയ്ത് തരുന്നത് കാട്ടാക്കടയുള്ള ഫെമിന ബ്യൂട്ടി പാർലറിലെ ആതിര മാമിയാണ്. ആതിര ചേച്ചിയാണ്. ഞാൻ മാമി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ചേച്ചി എന്ന് വിളിച്ചാൽ മതിയേ. ആതിര മാമിയാണ്. അതായതാണ് ഫെമിന. ഞാൻ മാറ്റി കിട്ടും. ഇട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഗായ്സ്. ഇത് നേരെ മണ്ഡപത്തിൽ പോകാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ മണ്ഡപം എത്തി. ഇവിടെ എത്തി ഗൈസ്. സമയം 11:15 ആയി. പയ്യനൊക്കെ നേരത്തെ വന്നു. നമ്മൾ കുറച്ച് താമസിച്ചു പോയി. എല്ലാരും വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. കല്യാണം എപ്പോഴമ്മ? 12:10. കല്യാണം 12:10
10-നാണ്. നമ്മൾ 11 മണിയായപ്പോഴാണ് എത്തിയത്. കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു, പക്ഷെ നടന്നില്ല, ലേറ്റ് ആയിപ്പോയി. ഇത്ര ഉടുത്തൊരുങ്ങി വരണ്ടേ, അപ്പൊ താമസിക്കും. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? കല്യാണ പെണ്ണിന്റെ അമ്മയാണ് ഗൈസ്. കാണാൻ പറ്റില്ല ഒന്നും. സോ നമ്മൾ വന്ന് ഇവിടെ ഇരുന്നു. എന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. അപ്പൊ ഒന്ന് മോഹം കാണിച്ച് ചേരി. എന്താ കൈസ് ഇങ്ങനെ? എന്താ കഴിഞ്ഞ ഉടനെ എല്ലാവരും ഞം കഴിക്കാൻ പോയി. കുഞ്ഞു ഹായ് പറ. ഹലോ പറ. സുഖാണോ ചോദിക്ക്. എല്ലാരും കഴിച്ചോ? കല്യാണത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാരും വന്ന് ഇങ്ങനെ നിൽക്കും. നമ്മളെവിടെ പോകുന്നു? ചോറ് കഴിക്കാൻ. വിശക്കുന്നു. അവര് നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? സൂപ്പർ, നന്നായിരുന്നു. കഴിച്ചു, പെട്ടെന്ന് കഴിച്ചു ഇറങ്ങി. അടുത്ത് നമുക്ക് പോയി ഫോട്ടോ എടുക്കാം.
നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ള സദ്യ കഴിച്ചിട്ട് വിശ്രമിക്കുകയാണ്. അതെ, ഫാനിന്റെ താഴെ. അതാര് കാറ്റൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഒരുപാട് ഫാനുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. കഴിച്ചിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടിയില്ല. അമ്മയ്ക്ക് കിട്ടിയില്ലല്ലോ. ഫോട്ടോ എടുക്കാൻ പോയത് നമുക്ക് ഐസ്ക്രീം കിട്ടിയില്ല. ജോലിക്ക് ഐസ്ക്രീം കിട്ടിയോ? കിട്ടിയോ? വേണോ? തീർന്നുപോയി. നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിനി വേണ്ട വെച്ചാൽ നമുക്കിന്ന് വൈകുന്നേരം കൊടുക്കാം ഐസ്ക്രീം. വൈകുന്നേരം കാണാം. അവരെന്നാലും പോകുന്നോ? ഒരു ഹായ് പറഞ്ഞിട്ട് പോകുമല്ലോ. ഹായ്. ഇവരൊക്കെ ഹായ് കിട്ടാൻ ഭയങ്കര പാടാണ്. പരീക്ഷ കഴിഞ്ഞ് വന്നതാണ്. ഇതിന്റെ ഒന്നാണ് ടോപ്പടി. ടോപ്പ് അഖിലേഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാരും ഇവിടെ നിന്ന് പോയി ഗൈസ്. പയ്യനും പെണ്ണും. അഖിലേഷ് ഒരു ഹായ് പറ. നീ ഹായ് പറഞ്ഞിട്ട് പോയാ മതി. അഖിലേഷാണ്. ഹായ് പറയും. അവൻ ഹായ് പറയാൻ വേണ്ടി ഞങ്ങൾ അഖിലേഷ് ഭയങ്കര ഷൈ ആണ് ഗൈസ്. ക്യാമറ ഷൈ. ഫോട്ടോ എടുക്കാനുള്ള പ്രശ്നമാണ് കാണുന്നത്. ഗൗരി ഇരിക്കത്തില്ല, പക്ഷെ എന്റെ അമ്മ പിടിച്ചിരുന്നു. ആച്ചിക്കൊരു മുത്തുന്നത് തള്ളക്ക് തരാൻ സ്വന്തം തള്ളാൻ ഡൗട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഗൈസ്. വീട്ടിൽ പെണ്ണ് കരയോ ഇല്ലെന്നാണ് അടുത്ത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. അത് ശരിയാ. പെണ്ണ് കരഞ്ഞാൽ ഞങ്ങൾ ചിരിക്കും. പെണ്ണ് കരഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ നിൽക്കും. നമുക്കിനി പെണ്ണ് കരയോ ഇല്ലോ നോക്കിയിട്ട് ആ ക്ലിപ്പ് കൂടി ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഇതിലൊന്നും ഇല്ല അല്ലേ? പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ വീട്ടിൽ പോയി റെഡിയായി അടുത്ത് പിന്നെ വരാം. കണ്ടു ലുക്ക് മാത്രമേ ഉള്ളൂ. ലുക്ക് മാത്രം. ഇപ്പൊ വൈകുന്നേരം നമ്മൾ റെഡി ആയിട്ട് റിസപ്ഷനിൽ കാണിക്കാം. ചേച്ചിയുടെ മോളാണത്. ചേച്ചിയുടെ മോളാണ്. ഹസ്ബൻഡാണത്. ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഒരാള് ഗൗരവം പിടിച്ച ആളാണ്. ഇവരെല്ലാവരും തമിഴാണ് ഗൈസ്. കേട്ടോ, ഞാൻ തമിഴല്ല ഗൈസ്. ചേച്ചി തമിഴ് പ്ലസ് മലയാളമാണ്. സ്നേഹം മാത്രമാണ്. കല്യാണമൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. ചേച്ചി ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങി. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ എത്താറായി. A few moments later. അങ്ങനെ കല്യാണം കഴിഞ്ഞു. റിസപ്ഷന് പോകാൻ ഞങ്ങൾ ഇറങ്ങിയാണ്. അമ്മ ഇറങ്ങി, ഞാൻ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നൗ ഐ ആം വെയറിംഗ് രാധമര നൈറ്റി. കാരണം ദിസ് ഈസ് കംഫർട്ട് വെൻ ഞാൻ ഇവിടെ വരുമ്പോൾ. അമ്മ ഇറങ്ങി, എനിക്ക് ആർക്കല്ല, എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലാണ്. ഇതാണ് എൻ്റെ രാധമ. ഹായ് ബാ. ഹായ്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും എനിക്ക് എന്തെങ്കിലും മാറി തരും. ഞാൻ വേറെ കേട്ടെ ഫോൺ ഇവിടെ ചാടി ഇങ്ങനെ കൊള്ളാവൂ. വൈകുന്നേരം സമയം 6 മണിയായി. പക്ഷെ മോയ്സ്ചറൈസർ ഞാൻ എടുത്തോണ്ട് വന്നില്ല. അതുകൊണ്ട് ആദ്യം സൺസ്ക്രീൻ ഇടാം എന്ന് വിചാരിച്ചു. മോയ്സ്ചറൈസർ ഇല്ല, ഫൗണ്ടേഷൻ ഇടാൻ വയ്യ. സിമ്പിൾ മതി. രാത്രി കുറച്ച് പൗഡർ ഇടാം. ഇട്ടിട്ട് വരാമേ. പൗഡർ ഇട്ടു. ഐബ്രോ വരയ്ക്കാം, ഐലൈനർ വരയ്ക്കാം. ഐലൈനർ വരച്ചു പോയി. ലേശം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം.
ബ്ലഷ് ഇട്ടു, കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓർണമെന്റ്സ് ഇടാം. വാച്ച് കേട്ടാ, വാച്ച് കിട്ടി. മുദ്ര നമ്പർ 1. ഓ 2 3 വേണ്ട മല. എനിക്ക് വെച്ച് എല്ലാവർക്കും പോവാൻ വരച്ച് അടുത്ത എൻ്റെ മെയിൻ സംഭവമാണ്. എൻ്റെ 3 ദിവസത്തെ കമ്മലാണ് ഭയങ്കര ഇഷ്ടം. കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുമെങ്കിലും അടിപൊളിയാണ്. കാണിച്ചു പിന്നെ ഞാൻ ഇത് മുമ്പ് കുറച്ചുകൂടെ കൊള്ളായിരിക്കും. തല ഇട്ടിട്ട് വരാം. ഒരു SFI കാരൻ ഉണ്ടായിരുന്നത്, അതാണ് ഇവിടെയെല്ലാം DYFI സാധനങ്ങൾ. ഞാൻ ഇറങ്ങി. ഞാൻ ഇനി ഇവിടെ നേരെ കല്യാണത്തിന് പോയിട്ട് അവിടെ നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ നേരെ കോളേജിൽ, പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. പയ്യന്റെ വീട്ടിലെത്തി. ഇനി ഇവിടെ വീട്ടിൽ അടുക്കള കാണാനുള്ളതാണ് ഗൈസ്. അടുക്കള കണ്ടിട്ട് നമ്മൾ മണ്ഡപത്തിലോട്ട് പോകും. പെണ്ണും പയ്യനും അവിടെയാണ്. എവിടെ കണ്ണാടി ഉണ്ടോ അവിടെ ഞാനും എൻ്റെ ഫോണും. റീലെടുക്കാന്ന് പറഞ്ഞിട്ട് റീലെടുക്കാതെ 3 ദിവസമായി. എൻ്റെ ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ഓരോ ക്ലിപ്പും ഞാൻ ഓരോ ഫോണിലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഫോൺ, അമ്മയുടെ ഫോൺ, ഇവളുടെ ഫോൺ, മാർച്ചിൻ്റെ ഫോൺ. ഓക്കെ ബൈ. അപ്പൊ എൻ്റെ കല്യാണ വ്ളോഗ്, എൻ്റെ അല്ല, എൻ്റെ കസിൻ്റെ കല്യാണ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. മുടിഞ്ഞു. എനിക്ക് പിന്നെ അധികം വേറെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് നാളെ ഹോസ്റ്റലിൽ പോകണം. രാവിലെ 5 മണിക്ക് എണീക്കണം, 6 മണിക്ക് ബസ് വരും. പിന്നെ എനിക്ക് നാളെ ഇന്റേണൽ എക്സാമാണ്. ഞാൻ ഒന്നും പഠിച്ചില്ല, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിസ്മയിൽ വന്നു. അത്രയേ ഉള്ളൂ. Goodbye guys. Thanks for watching.